നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ കുറിച്ച് ഒരു വീഡിയോ, അതായത് AR റഹ്മാനും അനിരുദ്ധും തമ്മിൽ കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോന് താഴെയായിട്ട് ഒത്തിരി അന്താക്ഷരി പോലെ ഒത്തിരി ഇങ്ങനെ കുത്തി നിരത്തി വളരെ മോശവത്തായ ഒത്തിരി കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ ചെയ്യുന്ന പാട്ടുകൾ ഒരു വരി പോലും വായിൽ കൊള്ളാവുന്നതല്ല എന്നുള്ളത് 100 വോൾട്ടേജിൽ എല്ലാ പ്രേക്ഷകരും പറയുന്നതാണ്. ഒത്തിരി കമന്റ്സുകൾ വന്നിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. വായിക്കൊള്ളാത്ത വരികളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക് മറ്റു പാട്ടുകളുമായിട്ടുള്ള കോപ്പിയാണെന്നുള്ള കാര്യം പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി കമന്റ്സ് വഴി അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രതികരിക്കുന്ന ആളുകൾ ആ ഒരു കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുക. അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഒന്ന് കുലുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഒരു പ്രേക്ഷകന്റെ ഹൃദയത്തിൽ കയറ്റിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ പാട്ടുകളും BGM ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിയേറ്റർ കിടന്ന് കുലുങ്ങുക എന്നല്ലാതെ മനസ്സിൽ കയറി പറ്റാൻ ചാൻസ് വളരെ കുറവാണ്. സിനിമ ചെയ്യുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സും ഈ തിയേറ്റർ കുലുക്കാനല്ല ഈ ഒരു പാട്ട് ചെയ്യുന്നത്, അതായത് മ്യൂസിക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിപ്പറ്റുന്നതിനും വർഷങ്ങളോളം 70-80 വർഷം അതിനപ്പുറത്തേക്കും കുറെ കാലം തങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം ഓരോ പാട്ടുകളും മ്യൂസിക് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു തിയേറ്റർ കുൽക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. ഇത് ഞാൻ പറയുന്ന അഭിപ്രായം മാത്രമല്ല, ഒത്തിരി പ്രേക്ഷകരുടെ 100-88% പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ്. അത് മുൻനിർത്തിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു വീഡിയോന് താഴെയായിട്ട് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 വരിയൊക്കെ ഉണ്ടാവും ഒരു കമന്റ്. തീർച്ചയായിട്ടും ആ ഒരു കമന്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് AR റഹ്മാൻ ലെജൻഡ് ആയിരിക്കും, പക്ഷേ 2014 ശേഷം ഒരു ഹിറ്റ് പോലും സിനിമകളിലൂടെയോ ആൽബംസിലൂടെയോ അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളൊരു തെറ്റായ ഒരു ധാരണയാണ്. അദ്ദേഹം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ സോങ്ങുകൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള തെളിവ്. ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനെതിരെ കമന്റ്സ് ഇടുമ്പോൾ അതിനുള്ള ഒരു മറുപടിയും കയ്യിലുണ്ടാവണം. വെറുതെ വന്ന് കമന്റുകൾ വാരിക്കോരിയിട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് നേരിൽ കണ്ടറിയാൻ സാധിക്കുന്നത്. കണ്ടറിയാൻ മാത്രമല്ല, കേട്ടറിഞ്ഞുകൂടിയാണ്. കാരണം 2024 റിലീസായ ആടുജീവിതം എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ AR റഹ്മാന്റെ മ്യൂസിക് അത് കേട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹം 2014 ശേഷം ഒരു സൂപ്പർ ഹിറ്റ് സോങ് പോലും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്? ശരിക്കും വളരെ വലിയൊരു വിഡ്ഢിത്തരമാണ് ആ ഒരു പ്രേക്ഷകൻ കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. 2014 ശേഷം AR റഹ്മാന് യാതൊരു ഹിറ്റുകളും തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തെറ്റായ ഒരു കമന്റാണ് ഈ ഒരു വീഡിയോന് താഴെ വന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വിഡിത്തരാണ്. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല എങ്കിൽ ബാക്കിയുള്ള പ്രേക്ഷകരെ കൂടി അത് അറിയിക്കണോ സുഹൃത്തെ? അത് മാത്രമല്ല, AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനുമായിട്ട് കമ്പയർ ചെയ്യാൻ യാതൊരു സാധ്യതയും കൽപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു ന്യൂജൻ മ്യൂസിഷ്യൻ. ഒത്തിരി കുത്തുപാട്ടുകൾ ഇളക്കി മറിക്കാൻ സാധിക്കുന്ന, അതായത് ഒച്ചപ്പാട് കൊണ്ട് ബഹളം, ഒച്ചപ്പാട് ന്യൂ ജനറേഷന്റെ സോങ് ആണെന്ന് പറഞ്ഞാൽ കണ്ടൊരു പൊക്കിയടിയും കൂടി അടിച്ചിട്ട് തിയേറ്ററിനെ ഇളക്കി മറിക്കാന്നല്ലാതെ ഒരു സോങ് പോലും ഹൃദയത്തിൽ കയറി പറ്റാൻ വളരെ ചാൻസ് കുറവാണ്. കംപ്ലീറ്റ് ഒരു 88% പ്രേക്ഷകരും അത് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. ഇതേപോലുള്ള പാട്ടുകൾ റിലീസായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫാൻസ് പറയുന്നത് ന്യൂജൻ പിള്ളേർക്ക് മാത്രമുള്ളതാണെന്നാണ്. ന്യൂജൻ പിള്ളേർ മാത്രം ഇത് കേട്ടാൽ മതിയോ എന്റെ പൊന്നുമാഷെ? പഴയ ജനറേഷൻ ഒന്ന് കേൾക്കണ്ടേ? പാട്ടല്ലേ? ഒരു പുതിയൊരു പാട്ട് സംഗീതം ചെയ്തു കഴിയുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും സ്വീകരിക്കാവുന്ന രീതിയിലായിരിക്കണം ആ ഒരു പാട്ട് ഔട്ടിറക്കേണ്ടത്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്, അതിപ്പോൾ അതിന് ഏതൊരു സോങ്ങും ഏതൊരു ജനറേഷനും സ്വീകരിക്കാൻ പറ്റിയ ഒരു മാജിക് ട്യൂൺ ആയിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. ഇനി അനിരുദ്ധിന്റെ ഒരു പുതിയൊരു സിനിമയിൽ പുതിയ പാട്ട് വരുമ്പോൾ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ പേരിന് നേരെ തിയേറ്റർ കുലുക്കാൻ എന്ന് എഴുതി ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഒരു വീഡിയോന് താഴെയായിട്ട് അനിരുദ്ധിനെ സപ്പോർട്ട് ചെയ്താലും AR റഹ്മാനെ സപ്പോർട്ട് ചെയ്താലും, അതായത് AR റഹ്മാൻ ലെജൻഡ് തന്നെയാണെന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുന്നേ തെളിയിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ആർക്കൊക്കെയാണ് കമന്റ് ഇട്ട് ഒന്ന് പേടിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കമന്റ്സ് ഇട്ട് ഒന്ന് വെറുപ്പിക്കാനോ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.